ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ബാത്റൂമുകളൊക്കെ പണിയുന്ന സമയത്ത്, അതായത് നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്വപ്നമായിരിക്കും നല്ല ബാത്റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം, മോഡേൺ സിസ്റ്റം കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നും അതുപോലെ തന്നെ കൺസീൽഡ് ഫ്ലഷിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കൺസീൽഡ് ഫ്ലഷ് നമ്മൾ ജബ്രീറ്റിൻ്റെ മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജബ്രീറ്റിൻ്റെ പുതിയ മോഡലാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ ജബ്രീറ്റിൻ്റെ ഈ മോഡൽ ഉറപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്ലോർ ലെവൽ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് റൂമിൻ്റെ ലെവലും ബാത്റൂമിൻ്റെ ലെവലും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഏറ്റവും ആദ്യം അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ സെയിം ലെവൽ, അതായത് ആ കാണുന്ന ബെൽറ്റിൻ്റെ ലെവലിൽ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുക. അത് വാട്ടർ ലെവൽ ഉപയോഗിച്ചിട്ടോ സ്പിഡ് ലെവൽ ഉപയോഗിച്ചിട്ടോ മാർക്ക് ചെയ്യുക. ആ ലെവലിൽ നിന്നും 14 ഇഞ്ചാണ് ഈ ബോൾട്ടിൻ്റെ ലെവൽ വരുന്നത്. അതായത് ആ താഴെ കാണുന്ന ലെവലിൽ നിന്നും ഫിനിഷിംഗ് ലെവലിൽ നിന്നും 14 ഇഞ്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് ആ ബോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇരിക്കും. ക്ലോസറ്റിൻ്റെ അടിവശം നമുക്ക് ഏകദേശം 1.5 ഇഞ്ച് തൊട്ട് ഫിനിഷിംഗ് കഴിഞ്ഞതിന് ശേഷം 1.5 ഇഞ്ച് തൊട്ട് 2 ഇഞ്ച് വരെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത് 17.5 ഇഞ്ച് മാക്സിമം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് അളവ് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ആ റോഡ് നമുക്ക് സെപ്പറേറ്റ് രണ്ട് സെക്ഷനിലേക്ക് നമുക്ക് മാറ്റിയിടാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ക്ലോസറ്റുകൾ രണ്ട് അളവുകൾ ചിലപ്പോൾ ഉണ്ടാവും. അതായത് അതിൻ്റെ ബോൾട്ടിൻ്റെ അളവുകൾ ചെറിയ അകല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഏതാണോ അകലം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് മാറ്റി ഇടാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ വെച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് വെച്ച ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന ഉള്ളിലേക്ക് കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നമ്മുടെ താഴത്തെ ബെൽറ്റ് പൊട്ടിച്ച് അതിൻ്റെ കമ്പികളും കാര്യങ്ങളെല്ലാം തന്നെ കളയേണ്ടി വരും. അപ്പോൾ വാർക്കയുടെ ബലം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക. പ്രൊജക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CPVCയുടെ പൈപ്പുകളാണ് കംപ്ലീറ്റ് എല്ലാം യൂസ് ചെയ്യുന്നത്. CPVCയുടെ വാൽവുകൾ നമ്മളവിടെ ഒരു വാൽവ് കൊടുത്തതിന് ശേഷം ഹെൽത്ത് സെറ്റിൻ്റെ ഒരു പോർഷൻ ഇടും. അത് വാൽവ് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് വരുന്ന ഏരിയ ആണ് കാണുന്നത്. കണ്ടോ, അതിൻ്റെ ഫ്ലഷ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയും ആ കാണുന്ന ഓപ്പൺ ഏരിയ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എപ്പോഴും നമുക്ക് ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ തന്നെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ കാണുന്ന അതിൻ്റെ വാൽവ് കാര്യങ്ങളെല്ലാം അഴിച്ചേക്കണായി കാണുന്നത്. അതിന് ശേഷം നമുക്കത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കമ്പനി നമുക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു 2 വർഷം 3 വർഷം ഗ്യാരണ്ടി തരുന്നുണ്ട്. അത് ഏത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. പിന്നെ നമ്മളിവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് CPVCയുടെ പൈപ്പാണ് ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ. പിന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് ഏകദേശം ഒരു 2.5 ഇഞ്ചാണ് പ്രൊജക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ജസ്റ്റ് കട്ട കെട്ടിയിട്ടാണ് സെപ്പറേറ്റ് തിരിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 4 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കട്ട കെട്ടി വരുന്ന സമയത്ത് അതിൻ്റെ ആംഗിൾ കോക്ക്, അതായത് നമ്മുടെ ആംഗിൾ കോക്ക് തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതായത് നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റൽ കൊടുത്തിരിക്കുന്ന ആംഗിൾ കോക്ക് തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണം താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ബാത്റൂമിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.